നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജിൻ്റെ ഈ ഡോറിൻ്റെ സൈഡിലുള്ള എത്ര ഇളകാത്ത കറയും അഴുക്കും എല്ലാം മാറ്റി ഒരു നിമിഷം കൊണ്ട് വൃത്തിയാക്കാനുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല പുതുപുത്തനാക്കാനുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണേ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പഴയ ഫ്രിഡ്ജായിരിക്കും. അപ്പോൾ ഇത് തന്നെ ഒരു 7 വർഷമായ ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഡോറിൻ്റെ ആ റബ്ബറിൻ്റെ ഭാഗമൊക്കെ നല്ലതുപോലെ അഴുക്ക് പറ്റി പിടിച്ച് ഇളകാത്ത രീതിയിലായിരിക്കും. അപ്പം നമുക്കത് കുറേ ദിവസമാകുമ്പോൾ തന്നെ അത് കരിമ്പൻ പോലെ അത് കട്ട പിടിച്ചൊക്കെ അഴുക്കിരിക്കാറുണ്ട്. അപ്പം നമുക്കിതുപോലെ പുതുപുത്തനാക്കി തന്നെ നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറ് എളുപ്പത്തിൽ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡോറിൻ്റെ സൈഡിലുള്ള പഴയ കറയും അതുപോലെ തന്നെ കരിമ്പനൊക്കെ മാറ്റി ഇതുപോലെ പുതുപുത്തനാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടത് 2 സാധനങ്ങൾ മാത്രം. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു 2 സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് ഈ ഫ്രിഡ്ജിനകത്തുള്ള ആ ഒരു സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് മാറ്റി ആ ഡോറിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് എല്ലാ പാത്രങ്ങളും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്നൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കണം. ഞാൻ സ്ഥിരമായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്നും വൃത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഇടയ്ക്ക് വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ അപ്പോൾ എല്ലാം ഇളക്കി ഒന്ന് മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വൃത്തിയാക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് വിമ്മിൻ്റെ ലിക്വിഡ് മാത്രം, ഇത് 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ലിക്വിഡും കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കൊരു പഴയ ബ്രഷ് ഉപയോഗിച്ച് ഇത് തേച്ച് വൃത്തിയാക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കൈ തൊടാതെ തന്നെ ഇതുപോലത്തെ ഒരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് മുക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ അഴുക്കുള്ള ഭാഗത്തെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പം നമുക്ക് ഇതുപോലെ ഈ കരിമ്പനായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ പതുക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ ഇളകി കിട്ടും. നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് അത് വൃത്തിയാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടഭാഗമൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലത്തെ ഈ ഒരു റബ്ബറിൻ്റെ ഭാഗമാണ് ഏറ്റവും കൂടുതൽ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത്. പഴയ ഫ്രിഡ്ജാണെങ്കിൽ പിന്നെ പറയും വേണ്ട, നല്ലതുപോലെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു ബ്രഷിൻ്റെ ഇത് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. നമുക്ക് അധികം കൈ കൊണ്ട് തേച്ച് മെനക്കെടയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് എത്ര പറ്റി പിടിച്ച അഴുക്കും നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ആ ഒരു ലിക്വിഡും അതുപോലെ തന്നെ കുറച്ച് സോഡാപ്പൊടിയും മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ഭാഗത്തുനിന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഇവിടെ എല്ലാ ഭാഗത്തും ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടവലോ ഒരു തോർത്തോലോ ഒന്ന് തുണിയൊന്ന് മുക്കി വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം നല്ലതുപോലെ പിഴിഞ്ഞ ശേഷം നമുക്കിത് തുടച്ച് വൃത്തിയാക്കാം കേട്ടോ. നമ്മൾ വെള്ളം കോരിയൊന്നും ഒഴിച്ചൊന്നും അത് വൃത്തിയാക്കേണ്ട കാര്യമില്ല. ഇതുപോലൊരു ടവൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ. ഞാൻ ടവലിൽ വെള്ളം ഒന്ന് മുക്കിയ ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അഴുക്കെല്ലാം നല്ലതുപോലെ ഇളകി പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് അടുത്തോട്ട് കണ്ടോ, ഒട്ടും തന്നെ കറയില്ലാതെ തന്നെ നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അതിൽ പറ്റി പിടിച്ച അഴുക്ക് കണ്ടോ, നല്ലതുപോലെ ആ തുണിയിലൊക്കെ അഴുക്ക് പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പം ഞാൻ ഇവിടെ എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുക. നമ്മൾ നേരത്തെ കണ്ട ഫ്രിഡ്ജിൻ്റെ ഡോറ് ഇപ്പോഴിരിക്കുന്ന ആ ഫ്രിഡ്ജിൻ്റെ ഡോറ് ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ഭാഗവും ഒന്ന് തേച്ചൊക്കെ തുടച്ച് കളഞ്ഞ ശേഷം നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ വെളുത്ത് പുതിയതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് എത്ര പഴയ ഫ്രിഡ്ജായാലും നമുക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പുതിയതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജൊക്കെ സൂക്ഷിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനോ ആരും മറന്നു പോവല്ലേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും
ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.